ശ്രീ എൻ വി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു തരത്തിലും അഴിമതിയില്ലാത്തൊരു സംസ്ഥാനമാണ് എന്ന രൂപത്തിലാണോ മുഖ്യമന്ത്രിയുടെ പ്രസംഗം? ആ രൂപത്തിലാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നിയത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെന്നതിന് ശേഷവും അദ്ദേഹം മുഖത്തൊന്നും യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ കേരളത്തിൽ യാതൊരുവിധ കമ്മീഷനും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ തീർച്ചയായും നമസ്കരിക്കണം. കാരണം ഇത്രയേറെ തൊലിക്കട്ടിയോടെ ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നു. ഈ ഈ സ്ഥിതിയൊക്കെ സംഭവിച്ചതിന് ശേഷവും അദ്ദേഹം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്? അതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനൊരു ചെറിയ കാര്യം പറയാം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണല്ലോ നമ്മളെ ലൈഫ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കമ്മീഷൻ പ്രശ്നം. അതായത് വെള്ളപ്പൊക്കത്തിനെ തുടർന്ന്, വലിയ പ്രളയത്തിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി UAE-യിലെ ക്രസന്റ് എന്ന് പറയുന്ന സംഘടന പിരിച്ചു നൽകിയിട്ടുള്ള പണത്തിൽ നിന്ന് 4.5 കോടി കമ്മീഷൻ അടിച്ചു എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഇപ്പോഴത്തെ രാജ്യസഭ MP ആയിട്ടുള്ള ബ്രിട്ടാസുമാണ്. അതായത് 4.5 കോടി രൂപയുടെ അഴിമതി, 20 കോടി ആരോ പിരിച്ചു നൽകിയ പണത്തിനകത്ത് നിന്ന് കമ്മീഷൻ അടിച്ചു എന്ന് പറയുന്നൊരു, അതിനുള്ള വല്ല നടപടി ഉണ്ടായോ? കേരളത്തിലെ വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം അന്വേഷിച്ചിട്ട് എവിടെയും എത്തിയോ? നമ്മുടെ കേന്ദ്ര BJP സർക്കാരിൻ്റെ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ ഒരു പുത്തൻ വർഗമായി തീരുകയാണ്. എല്ലാ തരത്തിലുള്ള അഴിമതികളും നടത്തുകയും പരസ്പരം സഹായിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘമായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരിലെ വലിയൊരു വിഭാഗം മാറിത്തീരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് ചെക്കോസ്ലോവാക്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ PB അംഗമായിരുന്ന മിലോവൻ ജിലാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുസ്തക രൂപത്തിൽ അവതരിപ്പിച്ചത്. പുത്തൻ വർഗം, രാഷ്ട്രീയ പ്രവർത്തകന്മാരെന്ന് പറയുന്ന ഒരു പുത്തൻ വർഗം എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് അഴിമതി നടത്തുന്നത്, എങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇയാൾ പിണറായി വിജയന്റെ ആസ്തി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു, BJP-യുടെ പ്രതി സംസാരിച്ചു. ഞാനതിനൊന്നും നിഷേധിക്കുന്നത്, അതൊക്കെ വളരെ ശരിയായിട്ടുള്ളതാണ്, നാം പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അതുപോലെ തന്നെ തിരിച്ച് അദ്ദേഹം ആലോചിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് കൊടകരയിലെ ഒരു വലിയ കുഴൽപ്പണ സംഭവം ഉയർന്നു വന്നു. ഞങ്ങളുടെ നാട്ടുകാരനാണ് സുരേന്ദ്രൻ, എൻ്റെ സുഹൃത്താണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ അതിൻ്റെ മറ്റു അദ്ദേഹത്തെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കൊടകര സംഭവം കേരളത്തിലെ സമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണ്. എല്ലാവർക്കും അറിയാം. ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ വിളിച്ചത് സുരേന്ദ്രനെയാണ് എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കേസ് ഫ്രെയിം ചെയ്യുന്ന ദിവസം വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. കാരണം ആ കേസിൽ 1-ാം പ്രതിയാവേണ്ട സുരേന്ദ്രൻ ആ കേസിൽ പ്രതിയാവുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സാക്ഷി പട്ടികയിലാണ് വന്നത്. അത് സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകന്മാർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് സാക്ഷിയായിട്ടുള്ള ആൾ നാളെ പ്രതിയാവുന്നതിന് നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട. നമ്മൾ എത്ര കാലം കാത്തിരുന്നു? ആ കേസിൽ ആരെങ്കിലും പിന്നീട് പ്രതിയായോ? ആർക്കെങ്കിലും അറിയാത്തതോ ഏതെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള മൂക്ക് താഴോട്ടുള്ള ഏതെങ്കിലും മനുഷ്യന് അതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തതല്ലല്ലോ. കാര്യം ഇത്രയേ ഉള്ളൂ, സുരേന്ദ്രനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു ഭാഗത്ത് ചെയ്യുന്നു, മറുഭാഗത്ത് ഈ പറയുന്ന പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള കേസുകളൊക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഒരു സ്ഥലത്തും എത്താത്ത രൂപത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ BJP സഹായിക്കുന്നു. ഈ നിലയിൽ കാര്യങ്ങൾ തുറന്നു പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞു, നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസിന്റെ പ്രശ്നം പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഡൽഹി ഉപമുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹം ഈ അബ്കാരി നയവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്താനുള്ള എന്തോ സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ പേരിലാണ് മനീഷ് സിസോദിയെ പലതവണയായി ചോദ്യം ചെയ്യുകയും ഈ അവസ്ഥയിലൊക്കെ മാറുകയും ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 164 മൊഴിയുണ്ട് കേരളത്തിൽ. ആ മൊഴിക്കകത്ത് വളരെ കൃത്യമായി, കോടതി ഡോക്യുമെൻ്റാണ്, ഓപ്പൺ ഡോക്യുമെൻ്റാണ്, ആർക്കും പരിശോധിക്കാം. അതിനകത്ത് വളരെ കൃത്യമായി പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെയും അതിനുള്ള പങ്കെന്ത് എന്ന് ഈ പറയുന്ന സ്വപ്ന സുരേഷ് വളരെ വിശദമായി മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആരെങ്കിലും ഇത്തരം ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ ഈ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല.
കാരണം എന്താണ്, അതിൽ BJP ക്ക് താല്പര്യമില്ല. അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിലെ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പകരമായി അവർക്ക് ചില കാര്യങ്ങൾ നടന്നു കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും അഴിമതികളെ മൂടി വെച്ചും പോകുന്ന ഒരു സംഭവമാണുള്ളത്. അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിലെ യാതൊരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഈ അദാനി സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ? അതായത് നരേന്ദ്രമോദിക്ക് BJPക്ക് അവർക്ക് ആരെയൊക്കെയാണോ കോർണർ ചെയ്യേണ്ടത് അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. എന്നാൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന BJPയോടൊപ്പം നിൽക്കുന്ന ആളുകൾ എത്ര വലിയ അഴിമതിക്കാരാണെങ്കിലും അവരെ സംരക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇതാണ് പ്രശ്നം. അത് കേന്ദ്രത്തിലാണെങ്കിൽ അങ്ങനെയാണ്, കേരളത്തിലാണെങ്കിലും ഒരു വ്യത്യാസമില്ല. ഇതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ പറയുന്ന ഇന്ററിംഗ് സെറ്റിംഗ്മെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഈ പറയുന്ന വീണയ്ക്ക് കൊടുത്ത കാശല്ല, 96 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ആ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിനകത്തിന്റെ റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കോൺഗ്രസിന്റെ പ്രതികളുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രതികളുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ 96 കോടിയുടെ മേജർ പോർഷൻ ഇറ്റ് ഹാസ് ഗിവൺ ടു PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെന്ന് അപ്പുറത്ത് എബ്രിവിയേഷന്റെ എക്സ്പാൻഷന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കൃത്യമായി ഒരു കേന്ദ്ര ഒരു ഔദ്യോഗിക അർദ്ധ ജുഡീഷ്യൽ സംവിധാനം ഒരു റിപ്പോർട്ട് നൽകിയിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പരിശോധന കേരളത്തിൽ നിന്ന് ഇവർ വന്നിട്ടുണ്ടോ? എന്നിട്ട് പിണറായി വിജയൻ പറയാണ് ലോകത്ത് എത്ര PV ഉണ്ട്, ഞാൻ മാത്രമാണോ PV എന്നാണ് ചോദിക്കുന്നത്. വളരെ കൃത്യമായ റിപ്പോർട്ടിനകത്ത് തന്നെ ഉണ്ടെന്നേ, നമ്മൾ വേറെ എവിടെയും പോകണ്ട. ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഇതിനകത്ത് പരാമർശിക്കുന്ന PV ഇന്നയാളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനം അത്രയേറെ മലീമസമായി തീർന്നിട്ടുണ്ട്. പരസ്പരം സഹായിച്ച് പരസ്പരം അഴിമതി നടത്തി പരസ്പരം സംരക്ഷിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാവുന്നതിനപ്പുറത്ത് ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്ന കാര്യത്തെ ഈ കേരളത്തിൽ ആരെങ്കിലും ഗൗരവത്തിലെടുക്കുമെന്നും ഞാൻ കരുതുന്നില്ല. ശരി ഡോക്ടർ. Debate with Smriti Parthikad.